ഇപ്പോൾ എൻ ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, ഇപ്പോൾ KPCC ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. തൃശ്ശൂർ പൂരമൊന്നും ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ തോൽവിക്ക് ഒരു ഘടകമേ അല്ലെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ കെ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് ഈ ഒരു പൂരം കലക്കിയതൊക്കെ തോൽവിക്ക് കാരണമായി എന്ന് പറയുമ്പോൾ അതുമായിട്ട് പൂരത്തിന് ഒരു ബന്ധവുമില്ല കോൺഗ്രസിൻ്റെ തോൽവിക്കെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. ശ്രീകുമാർ, അല്ല, തൃശ്ശൂർ പൂരം കൊണ്ട് കോൺഗ്രസ് തോറ്റു എന്ന് ആരും പറയില്ല. സ്വല്പമൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആരും പറയില്ല. അത് KPCCയുടെ റിപ്പോർട്ടിൽ അത് കാണും, സംശയമൊന്നുമില്ല. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേക പ്രദേശത്തുള്ള അതിനോട് താല്പര്യം ലോകം മുഴുവൻ ഉണ്ടെങ്കിലും ആ പൂരത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചു പേർക്കുള്ള അതൃപ്തിയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ളത്. അവരുടെ വോട്ട് എങ്ങനെയാ പോകണമെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ പോകും. അത് ഒരു ഘടകമാണ്, ഒരു ചെറിയ ഘടകമാണ് തൃശ്ശൂർ പൂരം. കോൺഗ്രസ് തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിക്ക് കിട്ടിയ തൃശ്ശൂരിലെ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട്, എനിക്ക് തോന്നുന്നത് BJPക്കാരും അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിനൊരു പ്രതിബദ്ധതയോടെ അദ്ദേഹം ചില വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെതായ ഒരു സൗഹൃദം ഉണ്ടാക്കിയിരുന്നു. അത് വലിയ ഘടകമാണ്. ആ ഘടകത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അപ്പൊ അതിന് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപി എന്ന നടന് കക്ഷിഭേദമന്യേ വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകള്, സമുദായങ്ങള് ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായ പത്രപ്രവർത്തകനാണെങ്കിലും സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂർ പൂരം കൊണ്ടാണെന്ന് പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാനിപ്പോ പങ്കെടുക്കുന്ന ചർച്ചകളിലും ഞാനത് പറയാറില്ല. അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് ആ പറയുന്നവർ തെളിയിക്കട്ടെ, എനിക്ക് അത്ര പറയാനുള്ളൂ. തൃശ്ശൂരിൽ കോൺഗ്രസ് തോൽക്കാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് സുരേഷ് ഗോപി എന്നും സൂപ്പർ സ്റ്റാർ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് വേണ്ടത്ര ഒരു ജാഗ്രത, നമ്മൾ സാധാരണ പാർട്ടിക്കാരെ കുറിച്ച് പറയാറുള്ളത് പോലെ ഒരു പ്രവർത്തന ശൈലിയുണ്ട് കോൺഗ്രസിന്. അതായത് അത് പൂർണ്ണമായും ഇവിടെ വന്നില്ല. സ്ഥാനാർത്ഥി എത്തിയപ്പോൾ കിട്ടിയ ഒരു വലിയൊരു ഗംഭീര സ്വീകരണം അത് നിലനിർത്താൻ പറ്റിയില്ല. മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളിലെ ഒരു നിർജീവത ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേതാക്കളെ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥമൊന്നുമില്ല. അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. കാലുവാരാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഡിവിഷൻ തെരഞ്ഞെടുപ്പിൽ കാലുവാരാന്നല്ലാണ്ട്, അല്ലെങ്കിൽ 500-1000 വോട്ടൊക്കെ കാലുവാരാന്നല്ലാണ്ട് 10,000-40,000 വോട്ടൊക്കെ കാലുവാരാൻ പറ്റും? അതൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ്. അത് സമ്മതിക്കാൻ എല്ലാവരും തയ്യാറാവണം. കാരണം സുരേഷ് ഗോപി സിനിമാകാരനാണെന്ന്, ഒരു സൂപ്പർ സ്റ്റാറാണ്, മമ്മൂട്ടിയെ പോലെ, മോഹൻലാലിനെ പോലെ. ആ ഒരു ഇത് നമ്മൾ കാണണം. അതിപ്പോ 2 തവണ അദ്ദേഹം മത്സരിച്ച് തോറ്റു, 3-ാം തവണയും വീണ്ടും മത്സരിച്ചു. അപ്പൊ സ്ത്രീകളടക്കം, എനിക്കറിയാം കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ട്, CPM കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ട്, CPI കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ട്, ന്യൂനപക്ഷ കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ട്. ഇവരെല്ലാവരും വോട്ടിട്ടുണ്ട്. ഈ സത്യസന്ധമായ നമ്മുടെ പല ശ്രീകുമാർ, ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയാണല്ലോ കെ മുരളീധരനെ പോലെ കോൺഗ്രസിന്റെ ഒരു താര സ്ഥാനാർത്ഥിയെ തന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ വടകരയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ വാല്യൂ ആണല്ലോ. അതുപോലും ഇവിടെ പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും ഒരു വശം കാണാതിരിക്കുമോ? ഇപ്പോൾ TN പ്രതാപനെ പോലെ തൃശ്ശൂരിൽ ഏറെ പരിചിതനായ ഒരാൾ, സിറ്റിംഗ് MPമാരിൽ കോൺഗ്രസ് സീറ്റ് നൽകാതിരുന്ന ഒരേ ഒരു ആൾ TN പ്രതാപനാണ്. അപ്പോൾ സ്വാഭാവികമായും TN പ്രതാപനുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ സമുദായം ഒക്കെ തന്നെ കോൺഗ്രസിനെതിരായി രംഗത്ത് വന്നു എന്നൊരു വിലയിരുത്തൽ ശരിയാവുമോ? തെറ്റാണത്. കാരണം TN പ്രതാപൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. TN പ്രതാപന് ഇതിൽ മത്സരിച്ച ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത്തവണ. അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ വേറെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും പോസ്റ്റർ അടിക്കേണ്ട കാര്യമുണ്ടോ ശ്രീകുമാർ? അല്ല, അത് പാർട്ടി പറഞ്ഞല്ലോ മത്സരിക്കാനായിട്ട്. ഒരു പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം. പിന്നെ പാർട്ടി പറഞ്ഞു മത്സരിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ, പാർട്ടി പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു, പുള്ളി മാറി നിന്നു, അത്രേ ഉള്ളൂ. അതിൽ കെ മുരളീധരൻ രാഷ്ട്രീയ താരമാണ്, സംശയമില്ല. പക്ഷെ ഇവിടെ രാഷ്ട്രീയ താരത്തെക്കാൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു സിനിമാ നടനോടുള്ള താല്പര്യം കൂടി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ലല്ലോ. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ ഇതിൻ്റെ എല്ലാം, അതായത് കോൺഗ്രസ് തോറ്റതിൻ്റെയും സുരേഷ് ഗോപി ജയിച്ചതിൻ്റെയും ഒക്കെ കാരണം ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, പ്രതിപക്ഷ നേതാവാണ്, അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ളവരാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അടക്കമുള്ളവരാണ്. ശ്രീകുമാർ, ഗൂഢാലോചന എന്ന് പറയുന്നതിൽ കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് തോറ്റ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്.
കോൺഗ്രസ് പറയുന്നതും ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് നമ്മൾ പറയുമ്പോൾ ആ രാഷ്ട്രീയ ഗൂഢാലോചന എന്താ നടന്നതെന്നുള്ള തെളിയിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരന്റെ കണ്ണിലല്ല പറയുന്നത്, ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറയുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് വ്യക്തമാക്കാൻ CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിനും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരനും അതിനുള്ള ബാധ്യതയുണ്ട്. അവർ കാണിച്ചു കൊടുക്കണം എന്താണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ തൃശ്ശൂരിലത്തെ വിജയം എന്ന് പറയുന്നത് ഈ സുരേഷ് ഗോപി തീർച്ചയായും ശ്രീകുമാർ, താങ്കളുടെ ഒരു വിലയിരുത്തൽ അത് തന്നെയാണ്. ആദ്യം മുതൽ അത് താങ്കൾ വ്യക്തമാക്കുന്നുമുണ്ട്.